വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻട്രാഡേ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ബൈയിങ്ങിനും ഓപ്ഷൻ സെല്ലിങ്ങിനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഞാനൊരു ഓപ്ഷൻ ബയറാണ്. മാർക്കറ്റ് പ്രൊഫൈലിൽ പല ആൾക്കാരും പല കൺഫ്യൂഷൻസും മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. ഇത് ഈ ചാർട്ട് കാണുന്നത് ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് പെയ്ഡും ഉണ്ട്, അല്ലാതെ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ഫ്രീ ആയിട്ട് ഈ സ്ട്രക്ചർ നോക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയും അവർ കൊടുക്കുന്നുണ്ട്. സോ ഗോ ചാർട്ടിങ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാം. വളരെ മിനിമമാണ്. മാർക്കറ്റ് പ്രൊഫൈലിനെ വളരെ സിമ്പിളായിട്ട് കാണാൻ പഠിക്കണം. രണ്ടാമത് ഈ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിലുള്ള വേർഡ്സാണ് പല ആൾക്കാരെയും കൺഫ്യൂഷൻ ചെയ്യിക്കുന്നത്. അവർ പറയും എക്സ്ട്രീം, എക്സോക്ഷൻ, അങ്ങനെ കുറേ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളാണ്. അത് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇരുന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് പ്ലാറ്റ്ഫോം വേറെ ഇല്ല. സോ മാർക്കറ്റ് പ്രൊഫൈൽ അത്രയ്ക്കും സിമ്പിളാണ്. അതുകൊണ്ട് വളരെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അതിൽ ഒരു ചില കാര്യങ്ങൾ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് ഓപ്പൺ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് മാർക്കറ്റ് പ്രൊഫൈലിൽ ഉണ്ട്, ഓപ്പൺ സ്ട്രാറ്റജി. സോ ആ ഓപ്പൺ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു ഓപ്ഷൻ എൻട്രിയും എക്സിറ്റും ഒക്കെ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 7:53 26 മാർച്ച് 2024 നമ്മളിത് രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ നോക്കാം. ഇതൊരു നമുക്ക് കാണുമ്പോൾ ഒരു പി ഷേപ്പ് പ്രൊഫൈലും ഒരു പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളുമാണ് മാർക്കറ്റ് പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത്, നമ്പർ 1. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. സ്പോട്ട് പ്രൈസിനും ഫ്യൂച്ചർ പ്രൈസിനും ഡിഫറൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്കാകുന്നത് എന്നുള്ളത് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനും ബാങ്ക് നിഫ്റ്റി സ്പോട്ടിനും ഉള്ള അതായത് ഉള്ള വ്യത്യാസം ഒരു 70 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ്. 70 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കൂടുതലായിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. ഇത് എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ആകുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓപ്പൺ ഒരു 46,800 താഴെ കിട്ടിയാൽ, 46,800 താഴെ കിട്ടിയാൽ, കാരണം ഒരു ദിവസത്തെ റേഞ്ച് ഇപ്പോൾ 500 പോയിൻ്റാണ് തന്നേക്കുന്നത്. 500 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയുക, ഈ ഓപ്ഷൻ സെല്ലർ കൂടുതൽ കയറി കളിക്കും. അവർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്പോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പ്രീമിയം DK, അതായത് ഇതിൻ്റെ പ്രീമിയം മെൽട്ടാകാൻ മാത്രമേ അവർ ശ്രമിക്കത്തുള്ളൂ. അതാണ് അവരുടെ സക്സസ്. നമ്മുടെ ഓപ്ഷൻ ബയർ എവിടെയാണ് അവർ ഇത് ചെയ്യുന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ താഴേന്ന് മുകളിലോട്ടോ താഴോട്ടോ ഒരു ലെവലിൽ നിന്ന് കളിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുത്താൽ നമുക്കൊരു 50-100 പോയിൻ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഒരു ഓപ്ഷൻ ബയറായിട്ട്, ലോങ് ടേം ബയറായിട്ട് മാറാൻ പറ്റും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. നമുക്ക് പറയുന്നത് 46,800 താഴെ ഓപ്പൺ ആകാൻ ഉള്ള ഓഡ്സ്, അതായത് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. 46,800 താഴെ ഓപ്പൺ ആയാൽ ഈ വാല്യൂ ഏരിയ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പണായി ടെസ്റ്റ് ചെയ്ത് ആദ്യത്തെ 15 മിനിറ്റിന് റിജക്ഷനായി ഓപ്പണിന് താഴെ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ഇന്നത്തെ ഡയറക്റ്റ് ടാർഗറ്റ് 46,500, 46,400, 46,500, 46,400 എന്ന് പറഞ്ഞ് താഴോട്ടുള്ള ഒരു ലെവൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇത് ഇവിടെ ഓപ്പൺ ആയാൽ മാത്രമാണ്. 46,800 താഴെ ഓപ്പൺ ആയാൽ, അതായത് ഇന്നലത്തെ വാല്യൂ ഏരിയയ്ക്ക് താഴെയും ഈ ദിവസത്തെ POC VPOCക്ക് താഴെയും ഓപ്പൺ ആയാൽ മാത്രമാണ് നമുക്ക് 46,500, 46,400 കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ് ഈ കാണാൻ പറ്റുന്ന രീതി അല്ലേ? ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഇങ്ങനെയൊന്നും ആരും ആലോചിക്കാറില്ല കേട്ടോ. ഇങ്ങനെ ആരും തിങ്ക് ചെയ്യാറില്ല, ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തുമില്ല മാർക്കറ്റിൽ. കാരണം വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ, ഈ ക്ലോസിനുള്ളത്, ഈ ക്ലോസ് 46,470 ഈ ദിവസത്തെ ഓപ്പൺ 690. അപ്പോൾ ഒരു 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഗ്യാപ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ആയിക്കോട്ടെ, നിഫ്റ്റി ഫ്യൂച്ചർ ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, ഫിൻ നിഫ്റ്റി ആയിക്കോട്ടെ, ഈ ഗ്യാപ്പ് എപ്പോഴും അത് ഫില്ല് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും അതിൻ്റെ മൂവ് തരുള്ളൂ. സോ താഴോട്ട് വരാനുള്ള റീസൺ ഈ ഒരു 150 പോയിൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 46,460 ഇവിടെ എടുക്കാം.
46,600 ഈ ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ മുകളിൽ കിട്ടിയാൽ മുകളിൽ നിന്ന് താഴോട്ട് വരാനുള്ള സാധ്യതകൾ, അതായത് ഇന്നലത്തെ ക്ലോസിന് താഴെ ഈ ദിവസത്തേന് ക്ലോസിന് താഴെ ഇപ്പോൾ 46,800 താഴെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ 46,400 500 താഴോട്ട് നോക്കാം. ഇതാണ് ലോജിക്ക്. ഇതല്ല ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഒരു ഇന്നലത്തെ ക്ലോസിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ ഒരു മുകളിൽ നിന്ന് 47,150 വരയ്ക്കും പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് 46,950 മുകളിൽ, അതായത് ഈ POCക്ക് മുകളിലാണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ, ഓപ്പൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആയാൽ മുകളിലോട്ട് നമുക്ക് 47,150 ഈ ആഴ്ച അതായത് 3 ദിവസമേ ഉള്ളൂ ട്രേഡിംഗ് ദിവസം, ഇന്ന് നാളെ മറ്റന്നാൾ, അതിന് മുന്നേ 47,460 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, നന്ദി, നമസ്കാരം.